ചേട്ടാ അൻവർക്കയുടെ ഫ്ലെക്സ് കിട്ടായിരിക്കും അല്ലേ? എന്തിനാ ചേട്ടാ ഇതൊക്കെ? അൻവർക്ക തോക്കുമല്ലോ. അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ആരെയും പിന്തുണ ഇല്ലാതെ അൻവർക്ക ജയിക്കുന്നാണോ? ഞങ്ങളൊരു 6750 ചേട്ടാ വല്ല കാര്യം ഉണ്ടായിരുന്ന ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്? എന്തുകൊണ്ട് രാജിവെച്ചു? ഒരു MLA എന്തുകൊണ്ട് ജയിലിൽ പോയി? ഇതൊക്കെ ജനങ്ങൾ അറിയണം. LDF-ന്റെ സ്ഥാനാർത്ഥി നിലമ്പൂര് തന്നെ സ്വരാജ് ജയിക്കില്ലേ? എറണാകുളത്ത് പോയി ഒപ്പ് വേണ്ട വരും. ചേട്ടാ ബാപ്പുട്ടി ജയിക്കാനാ സാധ്യത. കഥ പറഞ്ഞു കേട്ടോ. രാവിലെ പണിയെടുക്കാൻ എന്തിനാണ്? കുട്ടക്കാരി വാങ്ങാണ് ഈ ജാരി കൊണ്ട് ഊറ്റി വെച്ചിട്ട് ഇപ്പൊ ബാപ്പുട്ടി ജയിച്ചത്. ഈ കത്രിയൊക്കെ മൂർച്ച ഉണ്ടാവോ? കത്രിക കത്രിക അപ്പൊ 23-ാം തീയതി അറിയാന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ, കത്രികയുടെ മൂർച്ച. നിങ്ങൾ ഈ ഫ്ലെക്സ് കേട്ടോ കേട്ടാ. മോനെ നിലമ്പൂര് ബാപ്പുട്ടി ജയിക്കൂടാ? 10,000 ഭൂരിപക്ഷത്തില് ബാപ്പുട്ടിയാക്ക ഇവിടുന്ന് നിയമസഭയിലെത്തും. അതിൽ 10-35 കൊല്ലം UDF-ന്റെ ഇരുന്ന മണ്ഡലമാണ്. ശരി, കൊണ്ട് കളഞ്ഞില്ല നിങ്ങള്. തിരിച്ചു പിടിക്കും. നിലമ്പൂരുകാരനല്ലേ സ്വരാജ്? സ്വരാജ് ജയിക്കും. ഇവിടെ ആരും അദ്ദേഹത്തെ അറിയുന്നില്ല. ബാപ്പുട്ടി തോക്കുന്ന PV അൻവർ പറഞ്ഞു. അൻവർ അങ്ങനെ പലതും പറയും. വായില കോടാലിയാണ് അൻവർ. എന്നാലും PV അൻവറിനെ നിങ്ങൾക്ക് കൂടെ നിർത്തി കൂടായിരുന്നോ? ഒരു നിലപാടില്ലാതെ മതില് ചാടി വരുള്ളൂ എന്ന് പറയുന്ന ആളെ പിന്നെ എങ്ങനെ ഞങ്ങളെ ഭാഗത്താക്കും? നിലമ്പൂര് UDF രണ്ടാമതായി പോകും ചേട്ടാ. 23-ാം തീയതി വോട്ടെണ്ണം കാണാം. അപ്പൊ ഇത്തവണ നിലമ്പൂര് സ്വരാജ് ജയിക്കൂന്നാണ് നിങ്ങൾ പറയണേ? അതെ, സ്വരാജ് തോക്കൂന്നാണല്ലോ പറയണേ. സ്വരാജ് ജയിക്കും. ബാപ്പുട്ടി ജയിക്കൂലേ? ബാപ്പുട്ടി ജയിക്കൂല. ഞങ്ങൾ ഉറപ്പ് തരണം ജയിക്കൂല. ബാപ്പുട്ടി ജയിക്കൂലെന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ചു പറയണേ? കഴിഞ്ഞ 9 വർഷം കൊണ്ട് എണ്ണി പറയാവുന്ന ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഈ നിലമ്പൂര് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ആവശ്യം കഴിഞ്ഞപ്പോ അൻവറിനെ കളഞ്ഞതല്ലേ? തെറ്റ് ചെയ്തിട്ടുണ്ടോ പാർട്ടി അവരെ പുറത്താക്കും. അൻവർ എഫക്ട് കാരണമാണ് നിങ്ങൾക്ക് ചുങ്കത്തറ പഞ്ചായത്തിൽ ഭരണം പോയി. ടോസ് ഇട്ടിട്ട് കിട്ടിയതാണ്. കുതികാല് വെട്ട് അത് അൻവറിന്റെ ഒരു നയമായിരുന്നു. ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങൾക്ക് ഒരാളെ ജയിപ്പിക്കുക എത്ര കാലമായി ഈ മണ്ഡലത്തിൽ? ഇത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നോക്കിയാൽ സമാസമാണ്. അപ്പൊ നിങ്ങൾ പറയണ സ്വരാജ് ജയിക്കുന്നാണ്? സ്വരാജ് ജയിക്കും. അപ്പൊ 23-ാം തീയതി നമുക്ക് വോട്ടെണ്ണം കണ്ടാ മതിയല്ലോ. 23-ാം തീയതി കാണാം. ചേട്ടാ നിലമ്പൂര് BJP കാര്യം കുറച്ച് കഷ്ടല്ലേ? നിങ്ങൾ ഏത് നാട്ടുകാരാ? ഇവിടുത്തെ സാമ്പാർ മുന്നണികൾ പറയുന്നത് കേട്ടിട്ടല്ലേ നിങ്ങൾ BJP-യുടെ കഷ്ടമെന്ന് പറയുന്നത്? എന്നിട്ട് ഈ സ്പന്ദനം ഒന്നും നേരത്തെ കണ്ടില്ലല്ലോ. ഇവിടെ BJP-യുടെ സ്പന്ദനം ഉണ്ടോ എന്നുള്ളത് വോട്ടെണ്ണുമ്പോ മനസ്സിലാവും. 23-ാം തീയതി അറിയാം. ഒരു പഞ്ചായത്തിൽ പോലും നിങ്ങൾക്ക് ഇതുവരെ ലീഡ് ഇടാൻ നേടിയിട്ടില്ല. ഇവിടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഞങ്ങളുടെ മെമ്പറല്ലേ? ഒരു മെമ്പർ ഉണ്ടെന്ന് ഞങ്ങൾ മണ്ഡലം പിടിക്കാൻ പറ്റുമോ? കൃത്യമായ ഒരു രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വോട്ടിടുന്നതെങ്കിൽ അപ്പൊ കാണാം BJP ജയിക്കോ ഇല്ലേ എന്നുള്ളത്. നിങ്ങൾക്ക് നിയമസഭയിൽ ഇതുവരെ 10,000 വോട്ട് ഈ മണ്ഡലത്തിൽ പിടിച്ചിട്ടില്ല. പിന്നെയാണ് നിങ്ങൾ ജയിക്കാൻ പോകുന്ന താമര. അൻവർ എത്രാമതാ? അൻവർ 4ാമത് വരും. അപ്പൊ നിങ്ങൾ 3-ാമതാ? ഞങ്ങൾ 1ാമത് വരും. 23-ാം തീയതി വോട്ടെണ്ണം കാണാം. 23-ാം തീയതി നിങ്ങൾ ലഡുവായിട്ട് കാണാം. വികസനം കിട്ടിയൂടെ? കാണാം.